ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ് ചാനൽ. അർജുൻ ജന്യ സംവിധാനം ചെയ്ത് രാജ് ബി ഷെട്ടി, ശിവരാജ് കുമാർ, ഉപേന്ദ്ര എന്നിവരെ പ്രധാന വേഷത്തിലാക്കി റിലീസ് ചെയ്യാനൊരുങ്ങുന്ന പുതിയ ചിത്രമാണ് 45. കന്നഡ ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലറാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഒരു പാട്ട്, അഫ്രോ ടപ്പാങ് എന്നൊരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഹിറ്റും വൈറലൊക്കെ ആയിരുന്നു. ആൻഡ് 3 പേരും നന്നായിട്ട് ഡാൻസ് ചെയ്ത് അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട്, ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അറിയാലോ, മൾട്ടി സ്റ്റാറർ പടങ്ങൾ വരുമ്പോൾ അതിന് കിട്ടുന്ന വരവേൽപ്പ് ഓഡിയൻസിൻ്റെ വലിയ രീതിക്കാണ്. സോ എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പം മൾട്ടി സ്റ്റാറർ ചിത്രം എടുക്കുക ഒരു ട്രെൻഡായിട്ട് വരികയാണ്. അതാകുമ്പം എല്ലാവരുടെ ഫാൻസും ഒരുമിച്ച് വരും, എല്ലാവരും ഓഡിയൻസും ഒരുമിച്ചുണ്ടാവും. അപ്പം ബോക്സ് ഓഫീസിലും അല്ലെങ്കിൽ കളക്ഷൻ വൈസും അല്ലെങ്കിൽ റിവ്യൂ വൈസും നല്ല രീതിയിലുള്ള പോസിറ്റീവ് വരും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം മൾട്ടി സ്റ്റാറർ ചിത്രങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ട്രെയിലറാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഖലീഷ, ഉപ്പി ആൻഡ് ശിവരാജണ്ണ, ജയിലറിലെ ശിവരാജണ്ണ, പിന്നെ രാജ് ബി ഷെട്ടി. ബാ. ആനന്ദ് ഓഡിയോ, സുരാജ് പ്രൊഡക്ഷൻ, സുരാജ് വെഞ്ഞാറടമല്ല, കർണാടക ചക്രവർത്തി, റിയൽ സ്റ്റാർ ഉപേന്ദ്ര, രാജ് ബി ഷെട്ടി. ಸಣ್ಣ ಡ್ಯಾಶ್ ಮನುಷ್ಯನ ಇಡೀ ಜೀವನ. ഇതൊരു പടം. ഇത് ಲೆಟ್ಸ್ ಗೋ. ನನ್ನ ಕಷ್ಟ ನಂಗೆ ಆಗಿದೆ. ಇನ್ನ ಸೊನ್ನ ತಿರುಪಿ ಸೊಲ್ಲ മുട്ട. ഗൈസ്, സിനിമ തുടക്കം തന്നെ ആ ട്രെയിലർ കണ്ടിട്ട് 3 പേരും നല്ല റോളുണ്ടെന്നാണ് തോന്നുന്നത്. ഉപേന്ദ്രയ്ക്ക് ആയാലും ശിവരാജ് കുമാറിനായാലും രാജ് ബി ഷെട്ടിക്ക് ആയാലും സിനിമയുടെ ഒരു 1000-1 വൈബ് അടിക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, പഴയ പുരാണ ടൈപ്പ് അതുപോലെയൊക്കെ വരുന്നു. പാമ്പുകൾ ഒരുപാടൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് VFX കാര്യങ്ങളൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു സീരിയസ് ടൈപ്പ് പടം എന്നാണ് തോന്നുന്നത്. ആ പാട്ട് ആ ഒരു പ്രൊമോഷനായിട്ട് അവർ ചെയ്തതാണ്, അഫ്രോ ടപ്പാങ് എന്നൊരു സോങ്. ഇത് കണ്ടൊരു സീരിയസ് ടൈപ്പ് ആണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയാണ് അതൊക്കെ പാട്ട് ഫാസിലാണ്. കൊള്ളാം. വേണ്ട ಎಲ್ಲಂದ್ರಲ್ಲಿ ಕಾರ್ ಪಾರ್ಕ್ ಮಾಡಿದ್ರೆ ಇದೇ ಗತಿ ಅವ್ರಿಗೆ. പടം കണ്ടിട്ട് VFXനൊക്കെ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു പ്രത്യേകമുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് എന്താണ് പടമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ട്രെയിലർ കണ്ടിട്ടും എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്, കാണുമ്പോൾ തോന്നുന്നുണ്ട്. ആൻഡ് പല ബൈക്കിലൊക്കെ കൊമ്പൊക്കെ വരുന്നുണ്ട്. ഇതിന് പഴയ പടങ്ങളിലെ ഫിക്ഷണൽ പടങ്ങളിലാണോ എന്തോ. മുട്ട രാജന്മാർക്ക് വില്ലൻ 45. അവിടെ ഉപേന്ദ്ര പോയി. ಯಾರು ನೀವು? ಎಂತ ಬೇಕು? സ്റ്റോറി, സ്ക്രീൻ പ്ലേ, മ്യൂസിക് ഡയറക്ഷൻ എല്ലാം അർജുൻ ജന്യാണ്. വേൾഡ് വൈഡ് റിലീസ് 25 ഡിസംബർ. ഓക്കേ. അപ്പോൾ 45 ഒഫീഷ്യൽ കന്നഡ ട്രെയിലറാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്ത്. ആൻഡ് ട്രെയിലർ കണ്ടിട്ട് പ്രോമിസിങ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. ആൻഡ് ട്രെയിലറിൽ സത്യം പറഞ്ഞാൽ എന്താണ് ഫിലിമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ പൊട്ടുന്നുണ്ട്. പക്ഷെ ഒന്നുറപ്പാണ്, 3 പേരുടെ കിടിലം പെർഫോമൻസ് ഉണ്ടാവും. രാജ് ബി ഷെട്ടി, ശിവരാജ് കുമാർ,
ഉപേന്ദ്ര എന്ന് പറയുന്ന കിടിലൻ പെർഫോമൻസ് ഉണ്ടാവും. ഇനി ഇവർ വില്ലനാണോ അതോ സപ്പോർട്ടിങ് റോളിലാണോ എന്നൊക്കെ കണ്ടറിയണം. രാജ് ബി ഷെട്ടിക്ക് ഒരു റോളുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിൽ രാജ് ബി ഷെട്ടി ഒരു സാധാരണക്കാരായ ഒരാളാണ്. ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡിലായിട്ടും ഉപേന്ദ്ര എനിക്ക് തോന്നുന്നു നെഗറ്റീവ് സൈഡിലും പോസിറ്റീവ് സൈഡിലായിട്ട് ശിവരാജ് കുമാർ വരുമെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഫാന്റസി ടൈപ്പ് പോലെയാണ് ഇവര്, ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു പറയുന്നു, അങ്ങനത്തെ ടൈപ്പ് എൻ്റെ ഒരു ഗസ്, എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ട്രെയിലർ നന്നായിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ആൻഡ് കുറെ വേറെ കാര്യങ്ങളൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പടം, എങ്ങനത്തെയാണ് പടം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് BGM സൂപ്പറായിട്ടുണ്ട് വരുമ്പോഴൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, പെർഫോമൻസ് വൈസ് 3 പേരും കലക്കൊന്ന് ഉറപ്പാണ്. ഉപേന്ദ്ര ആയാലും ശിവരാജ് കുമാർ ആയാലും രാജ് ബി ഷെട്ടി ആയാലും. പിന്നെ സിനിമ ഒരു 1000 വൈബ് എനിക്ക് അടിച്ചു. സെൽവരാഘവൻ ഡയറക്ട് ചെയ്ത കാർത്തിയുടെ 1000 വൈബ്. ആ ഒരു മണ്ണിൽ ഓടുന്നത്, ആ ഒരു മേഘത്തുനിന്ന് ആ ഒരു വലിയ ഷാഡോ ആ മണ്ണിൽ കാണുന്നത്, പിന്നെ വണ്ടി, പിന്നെ ആൾക്കാർ, പിന്നെ പാമ്പ്, ഒരുപാട് പാമ്പുകളെ കാണിക്കുന്നു, പാമ്പ് കടിക്കുന്നു. ജാഫർ സിദ്ദീഖൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് കാണിക്കുന്നു. വണ്ടികളിലൊക്കെ എല്ലാം വെറൈറ്റി വണ്ടികളാണ്. വണ്ടിയിൽ കൊമ്പ്, വണ്ടീൻ്റെ അകത്ത് പാമ്പ്, എന്തൊക്കെ കാണിക്കുന്നുണ്ട്. കൊള്ളാം, ട്രെയിലർ നന്നായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും 25 ക്രിസ്മസ് ഡിസംബർ 25 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തന്നെയാണ് ലാലേട്ടൻ്റെ വൃഷഭയും റിലീസ് ചെയ്യുന്നത്. സോ അതൊരു ചെറിയൊരു ക്ലാഷ് ആയിരിക്കും. അങ്ങനെ 2 പടങ്ങളും ഉണ്ട്. ഇനി 25 വേറെ പടം ഉണ്ടോ എന്ന് കണ്ടറിയണം. അപ്പോൾ അന്ന് ഡിസംബർ 25 റിലീസ് ചെയ്യുന്ന 2 പടങ്ങളാണ്. ഒന്ന് ലാലേട്ടൻ അഭിനയിക്കുന്ന വൃഷഭ, അതൊരു അതും ഒരു ഫാന്റസി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഒരു ടൈം ട്രാവൽ പോലത്തെ ഒരു ചിത്രമാണ്. ആൻഡ് ഇതും അതുപോലെ എനിക്കൊരു ഫാന്റസി ടൈപ്പാണ്, ഒരു പീരിയോഡിക് ടൈപ്പ് തന്നെയാണ്. ഇതും കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ വൃഷഭയേക്കാൾ എനിക്ക് ഇതൊരു നല്ല ട്രെയിലറായിട്ട് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. മ്യൂസിക് ഇഷ്ടപ്പെട്ടു, അവരുടെ പെർഫോമൻസ് വൈസ് കൊള്ളാം. പിന്നെ അവർക്ക് ഗെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഒരു നോർമൽ ട്രെയിലറല്ല, കാണുമ്പോൾ തന്നെ പുതിയ സാധനങ്ങളൊക്കെ വരുന്നു, എന്തൊക്കെയോ അവർ ചെയ്ത് കൂട്ടുന്നുണ്ട്. എന്താണ് പടം, എങ്ങനെയാണ് പടം എന്ന് നീ കണ്ടാലേ മനസ്സിലാവും. പക്ഷെ ട്രെയിലർ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവർ 3 പേര്, ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഇതുപോലത്തെ മൾട്ടി സ്റ്റാർ പടങ്ങൾ തമിഴിൽ ഒരുപാട് വരണമെന്നാണ്. കാരണം തമിഴിൽ ഇതുപോലെ ഒരു മൾട്ടി സ്റ്റാർ പടങ്ങളൊക്കെ, അതായത് ഇൻഡസ്ട്രിയിൽ ടോപ്പിലിരിക്കുന്ന സ്റ്റാർസൊക്കെ തമിഴിൽ ഇതുപോലെ മൾട്ടി സ്റ്റാർ പടം. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ വിജയ്, അജിത്ത്, സൂര്യ, ഇങ്ങനെ 3 പേര് ഒരുമിച്ചുള്ള ഒരു പടങ്ങളൊക്കെ ഇറങ്ങുവാണെന്ന് വെച്ചോ. ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് ആ ഒരു ക്രേസ് അല്ലെങ്കിൽ ആ ഒരു അൺഇമാജിനബിൾ ഓഡിയൻസിനായിട്ടുള്ള എന്തായിരിക്കുമെന്ന് എൻ്റെ വിജയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അജിത്തിന്, എൻ്റെ സൂര്യയ്ക്ക് എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ടാകും. സോ അതുപോലെ തന്നെയാണ് ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്നത് തമിഴിൽ ഇതുപോലത്തെ മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ. പക്ഷെ തമിഴിൽ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവാറില്ല. അഥവാ മൾട്ടി സ്റ്റാർ ഉണ്ടെങ്കിലും അപ്കമിങ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡെബ്യൂട്ടൻ്റ് ആക്ടേഴ്സും തമ്മിലുള്ള 2-3 പേരൊക്കെ ചേർന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചെങ്കിലും ഒരു മൾട്ടി സ്റ്റാർസ് വലുതായിട്ടൊക്കെ വന്നിട്ടുള്ളത് എന്താ പറയുക, ലോകേഷ് കൊണ്ടുവന്ന LCU ഇതിലാണ്. പക്ഷെ അതും 1-2 സിനിമകൾ മാറിയപ്പോൾ മൾട്ടി സ്റ്റാർ വന്നത് വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് പാൻ ഇന്ത്യൻ രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അറ്റൻഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അല്ലാതെ ഇൻഡസ്ട്രിക്കകത്തുനിന്നൊന്നും അധികം ആളിലാണ്. പക്ഷെ ഇത് കണ്ടില്ല, ഇൻഡസ്ട്രിക്കകത്തുനിന്ന് അവരുടെ അറിയാവുന്ന അവർക്ക് അവിടെ ഉള്ള ആൾക്കാരെ വെച്ച് അവർ ചെയ്യുകയാണ്. അതാണ് കുറച്ചുകൂടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതായത് അവിടുത്തെ വലിയ സ്റ്റാർസ് അവരുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരുമിച്ച് ഒരു പടത്തിൽ വരിക, പടത്തിൽ പെർഫോം ചെയ്യുക, വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, വിത്തൗട്ട് എനി എന്താ പറയുക, ഒന്ന് അവർക്ക് ആ ഒരു പടം നന്നായിരിക്കുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി നന്നായിരിക്കുക എന്നുള്ള ഒറ്റ തോട്ടിൽ അവർ വരിക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ സൂപ്പറായിട്ട് ആഫ്രോ ടപ്പാങ് ഒരു സോങ് ഉണ്ട്, ആ ഒരു നല്ല കിടിലം ബീറ്റൊക്കെ, ഒരു ആഫ്രിക്കൻ ആംഗ്ലോ ട്രൈബിൻ്റെ അടുത്തുള്ള ഒരു നല്ല കിടിലം ബീറ്റുള്ള ഒരു പാട്ടായിരുന്നു. അത്യാവശ്യം നല്ല വൈറലും ആയിരുന്നു ആ പാട്ട്. ആ പാട്ടിൽ 3 പേര്, ശിവരാജ് കുമാർ, രാജ് ബി ഷെട്ടി, ഉപേന്ദ്ര, 3 പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. 3 പേരും പഴയ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നല്ല ചെത്തായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ ട്രെയിലർ നന്നായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ വരട്ടെ, സിനിമ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ട്രെയിലർ കാണാൻ എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയായിരിക്കും എന്ത് പാമ്പുകളും കുറെ പഴയ കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി രാജ് ബി ഷെട്ടി ഓരോന്ന് മനസ്സിൽ ആലോചിക്കുന്നതായിരിക്കും എന്നൊക്കെ കണ്ടറിയണം. എന്നാലും ട്രെയിലർ നന്നായിട്ടുണ്ട് ഗൈസ്.